ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെന്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. പക്ഷേ ഇതല്ലായിരുന്നു നമ്മൾ ആദ്യം വിടാനുള്ള വീഡിയോ. അത് നമ്മള് ബാഗ ബീച്ചിലൊക്കെ പോണ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് പ്രശ്നമുണ്ട്. അത് പുറത്ത് കാണിക്കാൻ പറ്റാത്തതായതുകൊണ്ട് നമ്മൾ ആ വീഡിയോ ഇപ്പോ ഡ്രോപ്പ് ചെയ്ത് അതാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ എടുക്കാൻ തീരുമാനിച്ചത്, ഫസ്റ്റ് വീഡിയോ ആയിട്ട്. പക്ഷെ അത് എന്തെങ്കിലും നമ്മളത് വിടും പുറത്തോട്ട്. നമ്മൾ എന്തായാലും ഇനി യൂട്യൂബ് ഓണാക്കാനുള്ള പരിപാടിയിലാണ്. ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറയുമ്പം ഇവിടുത്തെ ഒരു ഹിഡൻ സ്പോട്ടാണ്. നമ്മളിപ്പോ നിലവിലുള്ളത് സൗത്ത് ഗോവയിലാണ്. സൗത്ത് ഗോവയില് കണകൊണ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളെ സ്ഥലം. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. ഞാൻ കുറച്ച് ഇൻട്രോട്ടാണ്. അപ്പം ഇവിടെ സൗത്ത് ഗോവയിലൊരു ഹിഡൻ ആയിട്ടുള്ള ബീച്ചുണ്ട്, ബട്ടർഫ്ലൈ എന്നാണ്. ഒരുവിധം ഉള്ളവരൊക്കെ വരും, ഗോവയിലുള്ളവർ എന്തിനാണ് ഗോവയിൽ കറങ്ങാൻ വരുന്ന ഒരുവിധം എല്ലാവരും വരും. അപ്പൊ ഇന്ന് അങ്ങോട്ട് പോണ ഒരു വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് വ്ലോഗായിട്ട് ഇടാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ എനിക്ക് പരിപാടി എന്തെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് റെസ്റ്റോറന്റ് ഉണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ നടത്തുന്ന റെസ്റ്റോറന്റ് ആണ്. ഇപ്പം അതാണ് നിലവിലുള്ളത്. നമ്മളിപ്പോ ഇവിടെ ഗോവയിൽ വന്നിട്ട് 1 year ആയിട്ടേ ഉള്ളു. കുറച്ച് പരിപാടികൾ ഇവിടെ ഓണാക്കാറുണ്ട്. അപ്പം കേരള ഫുഡ് അങ്ങനെ കഴിക്കാൻ താല്പര്യം ഗോവയിൽ വരുന്നവർക്കുണ്ടെങ്കിൽ സൗത്ത് ഗോവയില് കണകൊണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ഹോട്ടലുള്ളത്. ഗൂഗിൾ മാപ്പില് KL കരളി റെസ്റ്റോറന്റ് നോക്കിയാൽ കിട്ടുന്നതായിരിക്കും. ബട്ടർഫ്ലൈ ബീച്ച് വരുമ്പോ ഈ ഒരു പെട്രോൾ പമ്പേ ഉള്ളു. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ റെസ്റ്റോറന്റ് ഉള്ളത് നിലവില്. എന്തായാലും ബട്ടർഫ്ലൈ ബീച്ചിലോട്ട് പോവാം. ഇതാണ് നമ്മളെ ബ്രദർ ബണ്ട്, ആദിത്യൻ എന്നാണ് പേര്. ആദ്യം എന്തായാലും എണ്ണ അടിക്കാൻ വേണ്ടി പോട്ട്. ഓക്കെ, ഇതാണ് നാഷണൽ ഹൈവേ ആണ് ഇത്. ഇവിടെയാണ് ഇപ്പൊ മഴയൊക്കെ വേണ്ടി കുറച്ച് ശോകമായിട്ട് കിടക്കുകയാണ് കട. എന്നാലും അടുത്ത സീസണിൽ നമ്മൾ ഓണാക്കുന്നതായിരിക്കും. നമ്മൾ 100 രൂപ എടുത്തിട്ട് പോയാൽ തൽക്കാലം അത് മതി. ഇതാണ് ഇവിടുത്തെ ഭാഷ. അങ്ങനെ ഗൈസ്, അപ്പൊ എണ്ണ അടിച്ച് നമ്മൾ ഇറങ്ങി. അപ്പൊ നേരെ ഇനി ബട്ടർഫ്ലൈയിലോട്ടുള്ള യാത്രയിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. ലെഫ്റ്റ് ആണ് അക്കൗണ്ട, ഇതുവഴിയാണ് അക്കൗണ്ടിലും പോണ. ബട്ടർഫ്ലൈയിലും ഇതുവഴി തന്നെയാണ് പോണത്. ഇതാണ് ഇവിടുത്തെ ലാൻഡ്മാർക്ക്. അക്കൗണ്ടിൽ എഴുതിയിട്ടുള്ളൂ. ഗൈസ്, ഇതാണ് ഇവിടുത്തെ ദേശീയ മൃഗം മാമ്പ. ഹലോ ഗൈസ്, ഹലോ 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 എല്ലാരും ഹായ് പറ. ഹായ്, ബ്ലോഗാണ് ഗൈസ്. ഒരുവിധമുള്ള മിക്കുള്ളവരും ഈ സൗത്ത് ഗോവയിലോട്ട് വരുന്ന ചാൻസ് കുറവാണ്. എല്ലാവരും ഈ ബാഗ അങ്ങനെയുള്ള സ്പോട്ടിലോട്ടാണ് പോണത്. ഇവിടുന്ന് ബാഗ എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു ഒരു 70 കിലോമീറ്റർ ഉണ്ട്. ബട്ടർഫ്ലൈ ആണ് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ വരും. അല്ല, സൗത്ത് ഗോവ ഒരുപാട് നല്ല നല്ല ബീച്ചുകളുണ്ട്. അതാണ് ഹൈലൈറ്റ്. ഗ്രാമപ്രദേശങ്ങളൊക്കെ തോന്നും, ഒരു ഊട്ടി ആ ഒരു റൂട്ട് ഫീലാണ്. പക്ഷേ കുറച്ചങ്ങോട്ട് എന്ത് ചെയ്യുമ്പോ സെറ്റാണ് കാണാൻ. ബട്ടർഫ്ലൈ ബീച്ച് കാണാൻ. അതെ, ഊട്ടിയാ. ഊട്ടി കണ്ടിട്ട് തോന്നിയില്ലേ? മലയും ഊട്ടി. ഇവിടെ എന്ന് പറയുമ്പം മിക്ക വീടുകളിലും അല്ലെങ്കിൽ സൈഡുകളിലൊക്കെ ഈ പെട്രോൾ സെയിലിംഗ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞ നമ്മളാ കടയിൽ അവിടെ മാത്രമേ പെട്രോള് പമ്പ് ഉള്ളു. അല്ലാതെ എല്ലാരും ഈ ബോട്ടിൽ സെയിൽ ചെയ്യണം. അപ്പൊ ഇവിടുത്തെ ആൾക്കാര് ഭയങ്കര മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആൻഡ് ബിസിനസ് ടെക്നോളജി എല്ലാം ഉള്ള ആൾക്കാരാണ്. നോക്കിയും കണ്ടൊക്കെ ഇവിടെ വന്നില്ലെങ്കിൽ പൈസ പോണ വഴി അറിയത്തില്ല. അപ്പം ഇതാണ് സ്പോട്ട്. ഇവിടുന്നാണ് നമ്മൾ ബട്ടർഫ്ലൈയിലോട്ട് പോണത്. ഇനി അങ്ങോട്ട് ഓഫ് റോഡ് ആയിരിക്കും ഗൈസ്. ഓഫ് റോഡിന്റെ ഒരു കളിയാണ്. അപ്പം അറിഞ്ഞിടാത്തവർക്ക് ഇതൊരു ഗുഡാണ്. പക്ഷേ ഈ സമയത്ത് ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഇവിടെ മഴ സമയമാണ് ഇപ്പം. അപ്പം സീസൺ ടൈമാണ്. വേനൽ ആ ടൈമിൽ വരുവാണെങ്കിൽ പൊളിയാണ്. അത് നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പം ഇതുവഴി തന്നെയാണ് ഈ കാറും പോണത്. പക്ഷെ കാറ് കുറച്ച് ദൂരം വരെ പോവുള്ളൂ. കാറ് പിന്നെ അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ ജീപ്പ് ഉണ്ട്, ആ ജീപ്പിൽ പോകണം. അല്ലെങ്കിൽ സ്കൂട്ടി ആണെങ്കിൽ 100 രൂപ എടുത്തിട്ട് അങ്ങ് വരെ പോകും. അപ്പൊ 100 രൂപ വാങ്ങിക്കുന്നത്. നമ്മളിവിടെ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 100 രൂപ കൊടുത്തേ പറ്റൂ ഗൈസ്. അപ്പം ഇവിടുന്ന് കുറച്ച് പോയാൽ നമുക്ക് വേണമെങ്കിൽ വണ്ടി വെച്ചിട്ട് പോവാം. അല്ലെങ്കിൽ ആണ്ട് ആ ഷെഡ് കാണുന്നുണ്ട്, ഷെഡ്. അവിടെ ഒരു അണ്ണൻ നിപ്പുണ്ട്. അണ്ണന് 100 രൂപ എടുക്കണം.
നമുക്ക് വണ്ടി കൊണ്ട് അങ്ങ് വരെ പോവാം, പിന്നെ അവിടെ നിന്ന് നടക്കുന്ന മതി. ഇപ്പം 100 രൂപയാണ് ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് ചാർജ്. ഇപ്പം ഇതാണ് ബൈക്ക് എൻട്രിക്കാണ് 100 രൂപ. അല്ല വണ്ടിയാണ്ട് അവിടെ പാർക്ക് ചെയ്യാം, അവിടെ നിന്ന് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ പാർക്കിങ്ങിൽ ഇവിടെ എത്തി. ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന സ്പോട്ടാണ് കണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്ന സ്ഥലം. ഇവിടെയാണ് കാറ് പാർക്ക് ചെയ്തിട്ട് നടന്നു പോണവരും ഉണ്ട്. നടന്ന് പോണവർക്ക് അങ്ങനത്തെ വൈബാണെങ്കിൽ അങ്ങനെ പോവാം, അല്ലെങ്കിൽ ഇവിടെ ജീപ്പ് ഉണ്ട്, അതിൽ പോവാം. അപ്പം നമുക്ക് സ്കൂട്ടി കൊണ്ട് എന്തായാലും അങ്ങ് വരെ പോവാം. പിന്നെ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോകാനുള്ള വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഈ വണ്ടിയിലാണ് അങ്ങോട്ട് പോകാനുള്ളത്. ഒന്ന് തെറ്റിയാൽ തെറ്റിയടിച്ച് ചെളിയിൽ വീഴും. അങ്ങനത്തെ ഒരു റിസ്ക് കളിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇവിടെ ഒരു വാട്ടർഫ്ലോ ആണ്. വാട്ടർഫ്ലോയിലും ഒരു കുളം. പിന്നെ വെള്ളം കെട്ടി കിടക്കുന്നിടത്ത് പിന്നെ കുഴിയല്ല. എന്റെ കാല് മൊത്തം ചെളിയായി ഗൈസ്. അവിടുന്നാണ്ട് അടുത്തൊരു ഇപ്പൊ അത് ഒഴുക്ക് പറഞ്ഞു. ഞാൻ അന്ന് വന്നപ്പോ ഇവിടെ നല്ല ഒഴുക്കായിരുന്നു ഗൈസ്. അപ്പൊ ഇതിലെ കൂടെയൊക്കെയാണ് പോവാനുള്ളത്. അഡ്വഞ്ചറാണ് ഫുള്ള്. അമ്മിന്റെ ഇപ്പുറത്തൂടെ വേണോ വരാൻ കേട്ടോ, ആ തടി അടക്കുന്നതിന്റെ, അല്ലെങ്കിൽ തള്ളാനും വയ്യ എനിക്ക്. എന്തിനാ ഗൈസ്, ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്നവർക്ക് പൊളിയൊരു സ്ഥലമാണ്. അത്ര പൊളിയല്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ് എന്ന് പറഞ്ഞ് ഭയങ്കര ഓഫ് റോഡല്ല. സ്കൂട്ടിയിലൊക്കെ സൂപ്പർ ഓഫ് റോഡാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം എത്തിയിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ വണ്ടി വെച്ചിട്ട് ഇനി നടന്നുള്ള യാത്രയാണ് ഗൈസ്. അപ്പോൾ ഇവിടെയാണ് വണ്ടി വെച്ചിട്ട് പോകാനുള്ളത്. ഇവിടം വരെയാണ് ആ ജീപ്പിൽ വരുന്നതൊക്കെ വരാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് നടക്കണം. ഇതുവഴിയാണ് നടന്നു പോകാനുള്ളത് ഗൈസ്. അപ്പോൾ നമ്മുടെ കാൽനട യാത്ര ആരംഭിക്കുകയാണ്. അങ്ങോട്ട് നമുക്ക് സർപ്പക്കാവ് പോലത്തെ സ്ഥലത്തൂടെയാണ് നമുക്ക് നടക്കാനുള്ളത്. കടകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം, പക്ഷേ അവർ ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ടി വരും. വേറെ ചെരുപ്പ് കടകളുണ്ട്, പക്ഷേ ഇപ്പം എല്ലാം എനിക്കൊന്ന് ഓഫ് സീസൺ ആയതുകൊണ്ട് അവർ പുതുക്കി പണിയാനുള്ള സെറ്റപ്പിലാണ്. പിന്നെ ബീച്ചിൽ പോയിട്ട് വരുന്നവർക്ക് കാലും അല്ലെങ്കിൽ വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ വാഷ്റൂമുണ്ട്, പൈസ കൊടുക്കണം, ഫ്രീ അല്ല ഗൈസ്. അപ്പോൾ അല്ലേ, ഇതങ്ങനെയാണ് നമ്മളെ നടവഴി പാത ഉള്ളത്. ഇതിലേ കൂടെ ഒരു കനാലും കണ്ട് പോകണമെന്നും എൻ്റെ ഒരു സൗണ്ട് കേൾക്കാറുണ്ട്. ഇവിടെ വരുമ്പം ആര് ഷൂ എന്നിട്ടുണ്ട് വരല്, പിന്നെ ഷൂ ഇവിടെ കളഞ്ഞിട്ട് പോകേണ്ടി വരും. ഇതുപോലെ ചെരുപ്പ് നിക്കറൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് നല്ലത്. പാൻറ് ഇട്ടൊന്നും നല്ല ഫുള്ള് ചെളിയൊക്കെ ആവും. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം നടന്നിട്ട് നമുക്ക് ഇനി ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോണത്. ഇതാണ് ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈ ബീച്ച്. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ഒറ്റ കുഞ്ഞുങ്ങളില്ല. ഈ ഇടയ്ക്ക് വന്നപ്പോഴും ഉണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഫുൾ സൈലൻ്റ് ആണ്, ഇവിടെ ആരുമില്ല. കുറ്റിക്കാറ്റിയും കാര്യങ്ങളുണ്ടോ. അപ്പം ബട്ടർഫ്ലൈ ബീച്ചിനെ പറ്റി എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും ശാന്തമല്ലായിരുന്നു കടൽ. കടല് ശാന്തമായതുകൊണ്ട് കൊള്ളാൻ. ശാന്തോ? ഇതാണോ ശാന്തം? അങ്ങനെയല്ല, കുറച്ചുകൂടെ. എന്തിനു കുറച്ചും കൂടെ? ഇപ്പൊ എന്തൊക്കെ പൊട്ടത്തരം പറയുന്നുണ്ട്. ഇപ്പൊ കടൽ ശോഭിച്ചാണ് ഇരിക്കുന്നത്. ആ പുള്ളി അവിടെ നിന്ന് ചൂണ്ടയാണ് ഇടുന്നത്. ഇങ്ങോട്ട് അവിടെ എറിഞ്ഞിട്ടുണ്ട്. എന്തോന്നാ കുടിന്ന് തോന്നാ കേട്ടാ, വെളുത്തെന്തോന്നാ. ഇത് ചെറിയ മീനെ കിട്ടിയുള്ളൂ കേട്ടാ. അത് ലാസ്റ്റ് ഞാൻ പ്രണവണ്ണക്കായിട്ട് തോന്നില്ലേ, അപ്പൊ ആ ഏറ്റവും ടോപ്പ് വരെ കയറി. അവിടെ കയറാൻ പറ്റുന്നതിന്റെ അവിടെ പോയൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്റെ ഹൈലൈറ്റ് കിടപ്പുണ്ട് ഇവിടുത്തെ ഇതില്. പക്ഷെ ഇപ്പൊ അവര് കയറ്റൂല, മഴയൊക്കെ പെയ്ത് സീനായിട്ട് കിടക്കുന്നുണ്ട്. അതുമല്ല, ഇവിടുന്നൊക്കെ വീണ കൊണ്ടവിടെ ഹോസ്പിറ്റൽ പോലും ഇല്ല അടുത്ത് ഗായ്സ്. അപ്പം നമ്മളെ
ബട്ടർഫ്ലൈ വ്ളോഗ് അപ്പൊ ഇത്രേ ഉള്ളു. അപ്പം ഇപ്പൊ ഇവിടെ ഓഫ് സീസണാണ്, മഴയൊക്കെ ആയതുകൊണ്ടാണ് കടൽ ഇങ്ങനെ നടക്കുന്നത്. അല്ലെങ്കിൽ അടിപൊളിയാണ് കടൽ കാണാൻ. അടിപൊളിയാണ്, നീല കളറിൽ കിടക്കും കടല് കാണാൻ. അടിപൊളി നീല കളറാണ്. പിന്നെ കുളിക്കാനായാലും അടിപൊളിയാണ്, ബോട്ടിങ്ങും. അപ്പോഴാണ് വൈബ്. അപ്പം അടുത്ത സീസണിൽ വരാൻ പോണവരൊക്കെ ഇങ്ങോട്ട് വരൂ. വൺ ടൈം എനിക്ക് ഇപ്പൊ തന്നെ ബോറായിട്ടാണ് തോന്നുന്നത് വന്ന്. പക്ഷെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ വൈബാണ് ഗായ്സ്. അപ്പം ഇത്രേ ഉള്ളു ഈ ഒരു വ്ളോഗ്. അപ്പോൾ അടുത്ത വ്ളോഗ് എന്തായാലും നമ്മൾ ഇനി നാട്ടിൽ പോണ വ്ളോഗായിരിക്കും വരാൻ പോണത്. എന്തായാലും ഇതല്ലായിരുന്നു നമ്മൾ ഫസ്റ്റ് വ്ളോഗായിട്ട് വരാനിരുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നാട്ടിൽ പോണ വ്ളോഗായിരിക്കും. ഇപ്പം എന്തായാലും നാട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല വൈബ് വ്ളോഗുകൾ വരുമായിരിക്കും. വൈബ് വ്ളോഗ് വരും, കുറച്ച് സംഭവങ്ങൾ വരാറുണ്ട് നാട്ടിൽ പോയിട്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കൂ. ബെല്ലൈക്കൺ എന്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അടിച്ചു വെച്ചാൽ വീഡിയോ ഇടുമ്പോൾ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. പിന്നെ ഇവിടം വരെ കൊണ്ടുവന്ന ആംബ്രോസിന് വളരെ നന്ദി. ഞാൻ രണ്ടാമതാണ് ബട്ടർഫ്ലൈ ബീച്ച് കാണുന്നത്. കടലിൽ കൊള്ളത്തില്ല, അല്ലാത്ത സമയം നീല കളറാണ്. ഇതുവരെ നീല കളറായിട്ടുള്ള വന്നിട്ട് പഠിച്ചു വെച്ച് പറയുന്ന കാരണം പഠിച്ചു വെച്ച് പറയുന്നല്ലേ ഗൈസ്. നെക്സ്റ്റ് ടൈം നാട്ടിലോട്ട് വന്ന ഇവൻ അല്ലെങ്കിൽ മൊണ്ണയാണ്. ഇപ്പൊ ക്യാമറ ഓണാക്കി വന്നോടെ മൊണ്ണയായി. അപ്പം ബൈ ബൈ പറയാം എല്ലായിടത്തും. ബൈ ബൈ ഗൈസ്. ആരും ഇല്ല, ആകെ 40 പേരെ കണ്ടേ ഉള്ളു. അപ്പൊ ഓക്കെ, ബൈ.